ഇൻ ഡീകൺസ്ട്രക്ഷനിസ്റ്റ് ലിംഗോ, ഡീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളുകളുടെ ഭാഷയിൽ deferral, DEFERRAL, deferral occurs when a critic tries to link a given signifier to a given signified or stable signified. In attempting to do so, the critic finds that every time he thinks he has found a signified or center that will halt the meaning of the signifier, it merely points to another signified or another center. This process is carried out through a perpetual series of deferrals until the critic puts aside his desire to find a center and enters a state of aporia, APORIA. Aporia, എൻ്റെ ദൈവമേ, ഇതെന്ത് വാക്കാണത്? Aporia in Greek language means veilless. എങ്ങോട്ട് പോകാനില്ല, ഒരു കുടുക്കാണത്, ഒരു സ്റ്റേൽമേറ്റ് എന്നൊക്കെ വേണം പറയാം. This is a term used by deconstructionists to refer to what happens when a critic tries to trace a given signifier back to a single stable signified. This futile attempt, കാരണം എന്താ, സെൻട്രലിലേക്ക് എത്താൻ പറ്റില്ല. This futile attempt to reach center of a text ultimately leaves the critic in a state of suspension in which meaning is always already deferred. Again, ഇതൊക്കെ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ടേംസ് ആണ്. സോ വി മൈറ്റ് ഫീൽ ഇതൊക്കെ കുറച്ച് ഓറല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തരും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ദ കോൺസെപ്റ്റ് ഓഫ് ഗിഫ്റ്റ്. അപ്പോൾ ദരിദ്രയുടെ സ്റ്റഡീസിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കില്ലേ, സമ്മാനം കൊടുക്കുക. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് അപ്പോറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഹീ സെയിങ് ഇസ് ദാറ്റ് we give a gift to somebody. So the ideal gift is something given to a person without expecting anything back. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗിഫ്റ്റ്. പക്ഷെ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന ആള് ഒന്നെങ്കിൽ ചിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിരിക്കാം, അതും ഇല്ലാതെങ്കിൽ തല ചിലപ്പോൾ അടിനിരിക്കാം, അല്ലെങ്കിൽ കണ്ണിൽ കാണാൻ പറ്റും ആ നന്ദി. So there is an acknowledgement from the person who receives the gift. So how can that be called the ideal gift എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? നമ്മളിപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇതിനൊരു അക്നോളജ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയാം, ഒരു നന്ദി ഇല്ല, ഞാനത് കൊടുത്തിട്ടൊന്നും പറഞ്ഞില്ല. നമ്മുടെ മനസ്സിലുണ്ട് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ഒരു അക്നോളജ്മെന്റ് ഉണ്ടാകണം എന്നുള്ളത്. അത് ഇല്ലാത്തപ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ ഗിഫ്റ്റ് ആകുന്നത്. സോ ബട്ട് ദെൻ ഇറ്റ്സ് ദർ ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ എന്താണ്, ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു അക്നോളജ്മെന്റ് ഉണ്ടാകണം എന്നുള്ളത്. കിട്ടി, ബോധിച്ചു, അത് പ്രതീക്ഷിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അത് ഐഡിയൽ ഗിഫ്റ്റ് ആകുന്നില്ല. ബിക്കോസ് വി ആർ എക്സ്പെക്ടിങ് സംതിങ് ഇൻ റിട്ടേൺ. ഇറ്റ് മൈറ്റ് ബി എ നോഡ് ഓഫ് ഹെഡ്. പക്ഷെ എന്താ, ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ദാറ്റ് യു ആർ ഗെറ്റിംഗ് സംതിങ് ബാക്ക്. ആൻഡ് ഇഫ് യു ആർ എക്സ്പെക്ടിങ് സംതിങ് ബാക്ക്, ദെൻ ഹൗ ക്യാൻ ദാറ്റ് ബി എ ഗുഡ് ഗിഫ്റ്റ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഒരു അപ്പോറിയാണ്. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് കൊടുക്കണ്ട എന്നുള്ളതല്ല. പക്ഷെ വാട്ട് കുഡ് ബി ദ ഐഡിയൽ ഗിഫ്റ്റ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ബാക്ക്? നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഒരു വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണത്. വെൻ യു ആർ ഗിവിംഗ് എ ഗിഫ്റ്റ്, യു ഷുഡൻറ്റ് എക്സ്പെക്ട് എനിത്തിങ് ബാക്ക്. ദെൻ ഓൺലി ഇറ്റ് ബിക്കംസ് ദ ഐഡിയൽ ഗിഫ്റ്റ്. ദെൻ അനദർ കോൺസെപ്റ്റ് ഹി ഡിസ്കസസ് ഈസ് ഹോസ്പിറ്റാലിറ്റി. When do you become a good host? For you to become a good host, there should be a guest. അല്ലെ, ഒരു ഗസ്റ്റിനാണല്ലോ നമ്മൾ കംഫർട്ടബിൾ ആക്കുന്നത്. For you to become a good host, you must own property. കാരണം ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്. അപ്പോൾ ആ വീടും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ആയതുകൊണ്ടാണല്ലോ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒരുക്കി ശരിക്കും ഇയാളെ വരവേൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇയാൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുന്നത്. അപ്പോൾ ടു ബിക്കം എ ഗുഡ് ഹോസ്റ്റ് യു നീഡ് പ്രോപ്പർട്ടി, ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ഓർ അതോറിറ്റി ഓവർ ദ പ്രോപ്പർട്ടി, റൈറ്റ്? വെൻ ദ ഗസ്റ്റ് കംസ്, ഇപ്പോൾ കൊള്ളയടിക്കാൻ വരുന്നില്ല, വീട് കുത്തി തുറന്നു വരുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയണത്, നമ്മൾ വിളിച്ചിട്ട് വരുന്ന ആളുകൾ. സോ വെൻ ദ ഗസ്റ്റ് കംസ്, ദേ ആർ ഗിവൺ വേരിയസ് things to make themselves comfortable.
ബട്ട് ദർ ഈസ് എ ലിമിറ്റ് ടു ഓൾ ഓഫ് ദാറ്റ്. നമ്മൾ ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ട്. കാരണം ഗസ്റ്റ് എങ്ങനെ കംഫർട്ടബിൾ ആകണം എന്നുള്ളത് നമ്മളാണ് ലിമിറ്റേഷൻ വെക്കുന്നത്. ഈ മുറിയിൽ ഇങ്ങനെ സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങളാണ്, നമ്മൾ വെക്കുന്ന ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ ലിമിറ്റേഷൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ വി ട്രൂലി ബിക്കമിങ് എ ഗുഡ് ഹോസ്റ്റ്? ഗസ്റ്റിന് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ്സ് പാടില്ല. ഗസ്റ്റ് ശരിക്കും കംഫർട്ടബിൾ ആവുക എപ്പോഴാണ്? ലിമിറ്റ്സ് ഇല്ലാത്തപ്പോൾ. ഗസ്റ്റിന് സുഖസുന്ദരമായിട്ട് എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഹാപ്പിയാണ്. ലിമിറ്റ് വെക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അപ്പം അത് മുഴുവനായിട്ട് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഗീവ് ഫുൾ ലിബർട്ടി ടു ദ ഗസ്റ്റ്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വരിക? അപ്പം എന്താ, ഈ ലിമിറ്റ്സ് മാറി. ലിമിറ്റ്സ് മാറുന്നതോടുകൂടി എന്താണ്, ഹോസ്റ്റിന്റെ പല സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അതിലുള്ള വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓണർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ അവിടെ മാറി, അതോറിറ്റി മാറി. അങ്ങനെ വരികയാണെങ്കിൽ ആർ യു എ ഹോസ്റ്റ്? കാരണം ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഓണർഷിപ്പുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുകയാണ്, ഒരു വീട് ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷേ ഐഡിയൽ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെല്ലാം ഒഴിവാക്കണം. പക്ഷെ ഐഡിയൽ ഹോസ്റ്റിന്റെ സങ്കല്പം ഇസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ ഇതിനർത്ഥം ഇനി വീട്ടിലേക്ക് ആരെയും വിളിക്കേണ്ട എന്നുള്ളതല്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അവരുടെ ഇഷ്ടം പോലെയൊക്കെ പെരുമാറാൻ പെർമിഷൻ കൊടുക്കണം എന്നുള്ളതല്ല. പക്ഷെ ആ ഐഡിയൽ ഹോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് അതിനെക്കുറിച്ച് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, അപ്പോറിയ. Now there's another term called the trace. The idea of difference also brings with it the idea of trace. A trace is what a sign differs from. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്, എന്താണ്, ഒരു ട്രേസ് വന്നു എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ട്രേസിങ് പേപ്പർ, ട്രേസ് വന്നു, ഒരു പാടുണ്ട്. അപ്പോൾ ഒരു സിഗ്നിഫയർ അടുത്ത സിഗ്നിഫയറിലേക്ക് പോകുമ്പോൾ ആ സിഗ്നിഫയർ മാറുന്നുണ്ട്, മൂവ്മെന്റ് ഉണ്ട്. എന്നാലും ആ മൂവ്മെന്റിന്റെ ഇടയിൽ തന്നെ അതിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഡ്യൂറിങ് ദ ഷിഫ്റ്റിംഗ് ദർ ഈസ് എ പ്രസൻസ് ഫോർ എ ടൈം ബീയിങ് ഓഫ് ദാറ്റ് സിഗ്നിഫയർ. സിഗ്നിഫയർ നമ്മളൊന്ന് റെഫർ ചെയ്തു, അടുത്തേക്ക് പോയി, പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം അവിടെ ഉണ്ട്, ഒരു ട്രേസ്. ഇതിനെയാണ് ട്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. അപ്പൊ ആ മൂവ്മെന്റിന്റെ ഇടയിലും നമുക്ക് എന്തെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് വേണം. അതുകൊണ്ടാണ് ഈ ട്രേസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. So there is a trace of a particular signifier even after the movement. It is the absent part of the sign's presence. സൈൻ തെന്നി മാറിക്കഴിഞ്ഞു, പക്ഷെ ആ ആബ്സെൻസിലും ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. Now we may now define trace as the sign left by the absent thing after it has passed to the next scene. According to Derrida, the trace itself does not exist because it is self-effacing. കാരണം ഇല്ലാണ്ടാകുന്ന സംഭവമാണ്. That is, presenting itself, it becomes effaced. സിഗ്നിഫയർ മാറുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ആ ഒരു പ്രതീതിയാണ് ട്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് സെൽഫ് ഇഫേസിംഗ് ആണ്, അത് ഇല്ലാണ്ടാവുന്നുണ്ട്. കാരണം ദ മീനിങ് ഹാസ് ഓൾറെഡി ഷിഫ്റ്റഡ്. Because all signifiers viewed as present in Western thought will necessarily contain traces of other signifiers. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ആ ലെറ്റർ ഒ എന്ന് പറഞ്ഞു, നമ്മൾ ലെറ്റർ ഒ, ആൽഫബറ്റ് സിസ്റ്റത്തിൽ ഒ ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒ, ഇപ്പോൾ ഓംലെറ്റ്, ഓക്കെ, വെൻ യു റൈറ്റ് ദ വേർഡ് ഓംലെറ്റ്, അപ്പോൾ അതിലിപ്പോൾ ആ അക്ഷരങ്ങളുടെ കൂട്ടങ്ങളിൽ ഓ വെക്കുമ്പോൾ ഒരു അർത്ഥം കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ഒ എന്നുള്ള ആൽഫബറ്റ് ഇപ്പോൾ ഓൺ, ഓഫ്, അങ്ങനെ പല വാക്കുകളുടെയും ഭാഗമാണ് താനും. ഇപ്പം തൽക്കാലത്തേക്ക് അതിനൊരു പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈവൻ വെൻ ഇറ്റ് ഇസ് ആബ്സെന്റ്. ഇതിനെയാണ് ട്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,